Okay. So Almond approach. Almond approach. ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡലിന്റെ എസ്റ്റിമേഷനിൽ ബ്രോഡായിട്ട് നമ്മൾ രണ്ടായി തരംതിരിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് അഡ്ഹോക്ക്, അപ്രയോറി. അഡ്ഹോക്കില് നമ്മൾ ട്രയൽ ആൻഡ് എറർ ആണ്. അപ്രയോറിയിൽ നമ്മൾ ഒരു അപ്രയോറി അസംഷൻ നടത്തുന്നുണ്ട് ലാഗിന്റെ ബിഹേവിയറിനെ കുറിച്ച്. സോ അപ്രയോറി മോഡലിൽ നമുക്ക് രണ്ട് മോഡൽസ് ആണ് ഉള്ളത്. ഒന്ന് കൊയേക് മോഡലിൽ റാഷണലൈസേഷന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്തൊക്കെ വരുന്നത്? അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ, പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് മോഡലും വരുന്നത്. PAM. This is rationalization of കൊയേക്. കൊയേക്കിന്റെ ഒരു തിയറിറ്റിക്കൽ റിലേഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഈ റാഷണലൈസേഷൻ വിളിക്കുന്നത്. സോ ദിസ് ഈസ് റാഷണലൈസേഷൻ. കാരണം അതൊരു ഓൾജിബ്രായിക് എക്സസൈസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ ഒരു തിയറിറ്റിക്കൽ പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് നമ്മൾ തിയറിയുമായി ബന്ധപ്പെടുത്തുന്നതിനാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. രണ്ട് തിയറിറ്റിക്കൽ ഐഡിയാസുമായാണ് ബന്ധപ്പെടുത്തുന്നത്. ഒന്ന് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ, ദെൻ പാർഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് മോഡൽ. ദെൻ അനദർ അപ്രയോറി estimation technique for distributed lag model is Almond, Shirley Almond. ഇത് പറയുന്നതിന് മുൻപ് നമ്മൾ എന്തായിരുന്നു കൊയേക്കിന്റെ അപ്രയോറി അസംഷൻ എന്തായിരുന്നു നമ്മൾ നോക്കാം. അതായത് ബീറ്റ ഐ is equal to beta 0 lambda raised to y. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ബീറ്റ ഐ അല്ലെങ്കിൽ ബീറ്റ കെ എന്നൊക്കെയാണ് ചിലത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കൊയേക്കിന്റെ അപ്രയോറി അസംഷൻ. നോട്ട് ആൽമണ്ട്സ്, ഇറ്റ് ഈസ് ദ കൊയേക്ക് അപ്രയോറി അസംഷൻ. അതായത് ഐ എന്ന് പറയുന്നത് ലാഗാണ്. ലാഗിന്റെ എണ്ണമാണ് നമ്മൾ ഐ ക്യാൻ ബി 1. ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഫിനിറ്റ് ആണ്. 1, 2, 3 എക്സെട്ര. ദിസ് ഈസ് നമ്പർ ഓഫ് ലാഗ്. സി ഇഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡലിൽ ഫസ്റ്റ് ലാഗ് ആണുള്ളത്. ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഫസ്റ്റ് ലാഗ് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇഫ് ദർ ഇസ് നോ ലാഗ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ബീറ്റ 0 ആണെങ്കിൽ, അതായത് കറന്റ് പീരീഡിന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽ ഞാൻ ഇവിടെ എഴുതുന്നില്ല. കറന്റ് പീരീഡ് ഉണ്ട്, പ്രീവിയസ് പീരീഡ് ഉണ്ട്, അതിന്റെ പ്രീവിയസ് പീരീഡ് ഉണ്ട്. അങ്ങനെയാണ് സെയിം ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഒരൊറ്റ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് നമ്മളവിടെ ലാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ദിസ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ദ കറന്റ് ടൈം ബീറ്റ 0. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, അപ്പോൾ ഐ എന്ന് പറയുന്നത് 0 ആണ് അവിടെ. സോ ഇറ്റ് ക്യാൻ ബി 0 ഓൾസോ. ഐ ക്യാൻ ബി 0, 1, ഇൻഫിനിറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ബീറ്റ 0 ലാംഡ റേസ് ടു, ലാംഡ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡിക്ലൈൻ ആണ്, 0. ദിസ് വിൽ ബി ഈക്വൽ ടു 1. സോ അവർ റിസൾട്ട് വിൽ ബി ബീറ്റ 0. നമ്മളിത് കൊയേക്കിന്റെ മോഡലിൽ പഠിച്ചതാണ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രയോറി അസംഷൻ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് ജോമെട്രിക്കലി ഡിക്ലൈൻ ചെയ്യുന്നതാണ്. ഈ ഓരോ ലാഗ് കഴിയുമ്പോഴും അതിന്റെ ഇമ്പാക്ട്, ഓരോ ലാഗ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഓരോ ലാഗ് എടുക്കുമ്പോഴും അതിന്റെ ഇമ്പാക്ട് ഡിക്ലൈൻ ചെയ്യും, ജോമെട്രിക്കലി ഡിക്ലൈൻ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ അപ്രയോറി അസംഷൻ കൊയേക്കിന്റെ. നമ്മൾ ആൽമണ്ടിലേക്ക് വരുമ്പോൾ നമുക്കത് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ബീറ്റ 1 എന്ന് പറയുന്നത് സി എങ്ങനെയാണ്? അപ്പൊ ബീറ്റ ഫസ്റ്റ് പീരീഡ് ലാഗിന്റെ കോഎഫിഷ്യന്റ് ആണത്. അതെന്തായിരിക്കും? ബീറ്റ 0
multiplied by lambda raised to 1, that is same as beta 0 lambda. ഈ ലാംഡ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1. ഓക്കെ, ബീറ്റ 2 ആണെങ്കിൽ ലാഗ്, അടുത്ത ലാഗിന്റെ കോഎഫിഷ്യന്റ് ആണെങ്കിൽ ബീറ്റ 0 lambda raised to 2, that is same beta 0 lambda raised to 2. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽ എഴുതിയപ്പോൾ yt is equal to ആൽഫ കോൺസ്റ്റന്റ് ആണ് പ്ലസ് ബീറ്റ 0 എന്ന് പറയുന്നത് ഫസ്റ്റ് കറന്റ് പീരീഡിന്റെ വേരിയബിൾ ആണ്. സി, ദിസ് ഈസ് കൺസംഷൻ, ദിസ് ഈസ് ഇൻകം. let's suppose this is consumption, which is a function of current income, previous period income, then income before 2 period, plus etc plus ut. This is distributed lag model. Same income, this is the income of the previous period, this is income of 2 period before, and it can go on if it is an infinite model, infinite distributed lag model. One second. Hello. Okay, so this is a distributed lag model. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബീറ്റ 0ന് പകരം നമ്മൾ ഇവിടെ നമുക്ക് ബീറ്റ 0 തന്നെയാണ് എഴുതുക. ബീറ്റ 1 വരെ നമ്മൾ ബീറ്റ 0 ലാംഡ എന്ന് എഴുതും. ബീറ്റ 2ന് വരെ നമ്മൾ ബീറ്റ 0 ലാംഡ സ്ക്വയർ എന്ന് എഴുതും. അതെയാണ് നമ്മൾ പിന്നെ കോയക് ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദാറ്റ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഈ കൊയേക്കിന്റെ അപ്രയോറി അസംഷൻ, ഇതാണ് അപ്രയോറി അസംഷൻ. ഈ ലാഗിന്റെ എഫക്റ്റ് കുറഞ്ഞു വരുന്നതാണ്. അത് അദ്ദേഹം കാണിക്കുന്നത് ഇതാണ് ബീറ്റ ഐ എന്ന് കാണിക്കുന്നത്. ബീറ്റ ഐ, സി ദിസ് ഈസ് ബീറ്റ ഐ. ഈ ബീറ്റ ഐയുടെ ഇമ്പാക്ട് ടൈം ലാഗ് കൂടുന്നതനുസരിച്ച് ഇത് ജോമെട്രിക്കലി ഫോളോ ചെയ്തുകൊണ്ടിരിക്കും എന്നതാണ്. സി, ഇതാണ് റേറ്റ് ഓഫ് ഡിക്ലൈൻ എന്ന് പറയുന്നത്. ഇതൊരു പർട്ടിക്കുലർ റേറ്റ് ഓഫ് ഡിക്ലൈൻ ആണ്. ഇത് 1നോട് അടുക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഡിക്ലൈൻ കുറഞ്ഞുകൊണ്ടിരിക്കും. 1നോട് ഇത് ഏത് ലാംഡ 1നോട് അടുക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഡിക്ലൈൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ലാംഡ 0നോട് അടുക്കുകയാണെങ്കിൽ റേറ്റ് ഓഫ് ഡിക്ലൈൻ കൂടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മൾ വരച്ചതാണ്, നമ്മൾ പഠിച്ചതാണ്. സോ ദിസ് വിൽ ബി 3/4 വേണമെങ്കിൽ എടുക്കാം, അതായത് 0.75 എന്ന് എടുക്കാം. ദിസ് ഈസ് 1/2 എന്ന് എടുക്കാം, that is half 0.5. this is 1/4 എന്ന് എടുക്കാം, 0.25. so 0നോട് അടുക്കുന്നതോറും റേറ്റ് ഓഫ് ഡിക്ലൈൻ കൂടിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ ആ ക്ലാസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിത് പറയാൻ കാരണം ആൽമണ്ട് വ്യത്യാസം എന്താണെന്നുള്ളൂ. സപ്പോസ് ഇതിന് ഒരൊറ്റ പാറ്റേൺ ആണ് കാണിക്കുന്നത്. അതായത് എന്താണ് കൊയേക്കിന്റെ മെയിൻ ആയിട്ടുള്ള ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പീരീഡുകൾ കഴിയും തോറും അതിന്റെ വൈകിന്റെ മേലുള്ള എഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നതാണ്. ഇതായിരുന്നു കൊയേക്കിന്റെ അസംഷൻ. ആ അപ്രയോറി അസംഷനെയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്.
പക്ഷെ ഇത് എപ്പോഴും ട്രൂ ആവണമെന്നില്ല. എല്ലാ കേസിലും ട്രൂ ആവണമെന്നില്ല. നമ്മൾ ഇൻകം കൺസംഷന്റെ കാര്യത്തിലേക്ക് നമുക്ക് ആ റിലേഷൻ നമുക്ക് പറയാനായിട്ട് പറ്റും. പക്ഷെ ചില സമയത്ത് വൺ സെക്കൻഡ് ഇപ്പൊ വരാട്ടോ.
സോറി, പഞ്ചായത്തിൽ നിന്ന് ഒരു സർവേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, അതാണ് പോകേണ്ടത്. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ? ഓക്കെ, സോ നമുക്ക് ഇവിടെ നോക്കാം. സ്റ്റേർലി ആൽമൺ പറഞ്ഞത് ഇത് കൊയെക്സിന്റെ പാറ്റേൺ ആണ്. അതായത് നമ്മൾ ആ പ്രയോറി അസംഷൻ ബീറ്റ ഐ ഈസ് ഈക്വൽ ടു ബീറ്റ 0 ലാംഡ റൈസ് ടു ഐ. ഇപ്പൊ ബീറ്റാസ് ലാഗ് കഴിയുന്തോറും ആദ്യം ഇൻക്രീസ് ചെയ്തിട്ട് പിന്നീട് അതിന്റെ ഇമ്പാക്ട് കുറയുകയാണെങ്കിൽ നമുക്ക് ഈ മോഡൽ പറ്റില്ല, ഈ അപ്രയോറി അസംഷൻ പറ്റില്ല. എന്താണ്? ആദ്യം ലാഗുകളുടെ ഇമ്പാക്ട് കൂടുതലാണ്, എന്നിട്ടാണ് ഒരു പർട്ടിക്കുലർ ടേണിംഗ് പോയിന്റിന് ശേഷമാണ് അത് കുറയുന്നത്. രണ്ടാമത്തേത് നോക്കാം. ഇവിടെ ആദ്യം ഇൻക്രീസ് ചെയ്യുന്നു. ഏത്? ഓരോ ലാഗ് കഴിയുന്തോറും ഇമ്പാക്ട് കൂടിക്കൂടി വരുന്നു. പ്രീവിയസ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന് ഇമ്പാക്ട് കൂടുതലാണ്. അതിനുശേഷം വീണ്ടും കുറയുന്നു, വീണ്ടും കൂടുന്നു. അതേപോലെ തന്നെ ഇവിടെ നോക്കാം. ആദ്യം ഇമ്പാക്ട് കുറഞ്ഞു വരുന്നു, പിന്നെ ഒരു ടേണിംഗ് പോയിന്റിന് ശേഷം കൂടുന്നു, പിന്നെ കുറയുന്നു. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അപ്രയോറി അസംഷൻ പറ്റില്ല, കോയെക്സിന്റെ പാറ്റേൺ പറ്റില്ല. കോയെക്സിന്റെ പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ അതിൽ ജോമെട്രിക്കലി ഡിക്ലൈനിങ് ആണ്, കണ്ടിന്യൂസ്ലി അതിന്റെ ലാഗ് കൂടുന്നതനുസരിച്ച് ഈ ബീറ്റാസിന്റെ ഇമ്പാക്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബീറ്റാസിന്റെ വാല്യൂസ് അതായത് പിന്നീട് വരുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ എല്ലാം ബീറ്റയുടെ വാല്യൂസ് കുറഞ്ഞു വരികയാണ്. ആദ്യം 0.4 ആണെങ്കിൽ പിന്നെ 0.3, 0.2 അങ്ങനെ കുറഞ്ഞു വരാം. അതാണ് കൊയെക്സിന്റെ പാറ്റേൺ കാണിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജോമെട്രിക്കൽ മോഡൽ പറ്റില്ല. അതിന് പറ്റിയത് പോളിനോമിയൽ മോഡൽസ് ആണ്. പോളിനോമിയൽ ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് അത് ക്വാഡ്രാറ്റിക് ആവാം. നമുക്ക് ക്യൂബിക്, അതേപോലെ തന്നെ ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് മോഡൽ. ഇതിൽ ഒരു ക്വാഡ്രാറ്റിക് മോഡൽ ആയിരിക്കും. ക്യൂബിക് മോഡൽ എന്ന് പറയുന്നത് ഇത് ഒരു ക്യൂബിക് മോഡൽ ആയിരിക്കും പോളിനോമിയൽ. അപ്പോൾ ഏത് പോളിനോമിയൽ മോഡൽ വരെ ഇതില് രണ്ട് റിക്വയർമെന്റ്സ് നമുക്ക് പക്ഷേ ആദ്യം തന്നെ ഈ ആൽമണ്ട് മോഡലിന് രണ്ട് റിക്വയർമെന്റ് നമുക്ക് അത്യാവശ്യം. ഒന്നാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഏത് പോളിനോമിയലാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ക്വാഡ്രാറ്റിക് ആണോ, ക്യൂബിക് ആണോ, വേറെ ഏതെങ്കിലും ഒരു n നമ്പർ ഓഫ് പോളിനോമിയൽ ഫങ്ഷണൽ ഫോം ആണോ, നമ്മൾ ആദ്യം തന്നെ അത് അറിയേണ്ടതായിട്ട് വരും. രണ്ട്, ലെങ്ത് ഓഫ് ലാഗ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഈ രണ്ട് റിക്വയർമെന്റ്സ് നമ്മൾ ആൽമണ്ട് മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഒന്ന്, ഏതായിരിക്കണം അതിന്റെ പോളിനോമിയൽ ഫങ്ഷൻ, ക്വാഡ്രാറ്റിക് ഫങ്ഷൻ ആണോ, ക്യൂബിക് ഫങ്ഷൻ ആണോ, ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, എന്താണ് ക്വാഡ്രാറ്റിക് ഫങ്ഷൻ എന്ന് പറയുന്നത്? yt is equal to alpha plus beta 0 xt plus beta 1 xt minus 1 square. This is quadratic, or xt square. നമുക്ക് സെയിം അതിൻ്റെ തന്നെ ഞാൻ ക്വാഡ്രാറ്റിക് ഫോം എഴുതിയാണ്. ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗിൽ ഞാൻ എഴുതുന്നില്ല. സപ്പോസ് ദിസ് ഇസ് xt and xt square plus ut. Then this is quadratic functional form. ക്യൂബിക് ഫോം ആണ് എഴുതുന്നതെങ്കിൽ നമുക്ക് beta 2 xt ക്യൂബും കൂടി നമ്മൾ എഴുതുകയാണെങ്കിൽ ദിസ് ഈസ് ക്യൂബിക് ഫോം. ഞാൻ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗിലല്ല, ഞാൻ ഫോം കാണിക്കുകയാണ്, ക്വാഡ്രാറ്റിക് ഫങ്ഷണൽ ഫോം കാണിച്ചാണ്, അല്ലെങ്കിൽ ക്യൂബിക് ഫങ്ഷണൽ ഫോം കാണിച്ചാണ്. ഓക്കെ, യെസ്. നമുക്ക് അപ്പോൾ ഈ ഒരു അപ്രോച്ചിൽ രണ്ട് റിക്വയർമെന്റ് ഞാൻ പറഞ്ഞു. ഇനി ഇദ്ദേഹത്തിന്റെ ഈ ആൽമണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ തിയറം ഉണ്ട്, വെയ്സ്ട്രാസ് തിയറം എന്നാണ് അതിനെ വിളിക്കുന്നത്. വെയ്സ്ട്രാസ് തിയറം നമുക്ക് തിയറം ഒന്നും പഠിക്കാനില്ല. അതിൽ പാറ്റേൺ എങ്ങനെയാണ്? ഒരു പോളിനോമിയൽ ഡിഗ്രി പാറ്റേണിലാണ് ബീറ്റാസിന്റെ ബിഹേവിയർ.
ഇതാണ് അദ്ദേഹത്തിന്റെ അപ്രോക്സിമേഷൻ, ഇതാണ് അദ്ദേഹത്തിന്റെ അപ്രയോറി മെത്തേഡ് എന്ന് പറയുന്നത്. ജോമെട്രിക്കൽ അല്ല, പോളിനോമിയൽ ഫോമിലായിരിക്കും ബീറ്റാസ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പോളിനോമിയൽ ഡിഗ്രി നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് തിയറി ചിലപ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും, അതല്ലെങ്കിൽ അതുപോലെ ലെങ്ത് ഓഫ് ലാഗ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അദ്ദേഹത്തിന്റെ അപ്രയോറി എന്താ നോക്കുന്നത്? ഇവിടെ നമ്മൾ YT = ആൽഫ പ്ലസ്, ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് ആണ്. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗിൽ 3 ലാഗാണുള്ളത്. 3 ലാഗാണുള്ളത്. അപ്പൊ ലെങ്ത് ഓഫ് ലാഗ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു. 2, ഏതാണ് പോളിനോമിയൽ ഡിഗ്രി എന്നുള്ളത് നമ്മൾ അറിയണം. ഇതാണെങ്കിൽ ഇത് ക്വാഡ്രാറ്റിക് ഫോം ആണ്. ഈ 2 കാര്യങ്ങൾ ഇപ്പൊ നമ്മളിവിടെ ഈ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഇതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ 2 അസംഷൻസ് ഇവിടെ നടത്തുന്നുണ്ട്. ഒന്ന്, ദ ലാഗ് ഈസ് 3, നമ്പർ ഓഫ് ലാഗ് ഈസ് 3. രണ്ടാമത്തത്, ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. സി, ഇതാണ് അദ്ദേഹത്തിന്റെ അപ്രയോറി അസംഷൻ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒന്ന് YT = β0 xt. ഞാൻ ഇന്റർസെപ്റ്റ് ടൈം ഇവിടെ ഒഴിവാക്കിയാണ്. ഇന്റർസെപ്റ്റ് ടൈം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഇതിൽ ഇന്റർസെപ്റ്റ് ടൈം ഉപയോഗിക്കുന്നുണ്ട്. പ്ലസ് β1 xt - 1 പ്ലസ് β2 xt - 2 പ്ലസ് ഇത് n നമ്പർ ആവാം. നമ്മൾ എക്സാമ്പിളിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ബീറ്റ n xt - n plus ut. See, here n number of lag is there. n number of lag. നമ്മുടെ അപ്രയോറി അസംഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബീറ്റ ഐ, ഇതാണ് ആൽമണ്ടിന്റെ അപ്രയോറി അസംഷൻ. ബീറ്റ ഐ A0 പ്ലസ് A1I പ്ലസ് A2I². ഇത് ഈ അപ്രയോറി അസംഷന് എവിടെ വരെയും വേണമെങ്കിലും പോവാം. It can go to plus AP. Suppose P is the I raised to P. That is, P is the polynomial functional form and I is raised to P. ഇത് വരികയാണെങ്കിൽ ക്യൂബിക് ഫോം ആണ്, സോറി ക്വാഡ്രാറ്റിക് ഫോം ആണ്. 3 വന്ന് നിൽക്കുകയാണെങ്കിൽ അത് ക്യൂബിക് ഫോം ആണ്. Then it can extend to any polynomial form. So that is AP I raised to P. It can be raised to 4, it can be raised to 5. See, but this is the a priori assumption made by Alman. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2 റിക്വയർമെന്റ്. ഇപ്പൊ ഇത് നോക്കാം. ഇത് n നമ്പർ ഓഫ് ലാഗ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ I എന്ന് പറയുന്നത് 1 to n ആണ്. ലാഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ I എന്ന് പറയുന്നത്, ഈ I എന്ന് പറയുന്നത് this is 1 to n. കൊയേക്കിന്റെ അപ്രോച്ചിൽ നമ്മൾ അപ്രയോറി അസംഷൻ നമ്മൾ പഠിച്ചിരുന്നു. അതെന്താണ്? ഇതായിരുന്നു കൊയേക്കിന്റെ അപ്രയോറി അസംഷൻ. ഇവിടെ പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് ജോമെട്രിക്. that betas with lag they have a geometrical decline in their impact. ഇതായിരുന്നു കൊയേക്കിൻ്റെത്. പക്ഷെ ഇവിടെ നമുക്ക് it can be
quadratic, it can be cubic, can be any of polynomial form. അപ്പൊ ഇതാണ് നമുക്ക് ഇനി അദ്ദേഹത്തിന്റെ രണ്ട് റിക്വയർമെന്റ് എന്തൊക്കെയാണ്? ഒന്ന്, രണ്ട് കാര്യങ്ങൾ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം ഈ മോഡൽ പറയാനായിട്ട്. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന്, എന്താണ് പോളിനോമിയൽ ലാഗ്, ഒരു ഡെഫിനിറ്റ് ലാഗ് പറയണം. അപ്പോൾ ഇൻഫിനിറ്റ് മോഡൽ അല്ല, ഡെഫിനിറ്റ് ലാഗ്. വി ഹാവ് ടു സ്പെസിഫൈ എ ഡെഫിനിറ്റ് ലാഗ്. രണ്ട്, വി ഹാവ് ടു സ്പെസിഫൈ ദ പോളിനോമിയൽ ഫങ്ഷണൽ ഫോം. ഫങ്ഷണൽ സി, ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട്. ഒന്ന്, ഞാൻ എടുക്കാനായിട്ട് പോകുന്നത് ക്വാഡ്രാറ്റിക് ഫങ്ഷണൽ ഫോം ആയിരിക്കും. സോ ഐ എം ടേക്കിംഗ് എ ക്വാഡ്രാറ്റിക് ഫങ്ഷണൽ ഫോം. അങ്ങനെയാണെങ്കിൽ ക്വാഡ്രാറ്റിക് ഫങ്ഷണൽ ഫോം ആണെങ്കിൽ നമ്മളെങ്ങനെ നമുക്ക് എഴുതാം? beta I is equal to A0 plus A1I plus A2I square. ഇത് ക്വാഡ്രാറ്റിക് ഫങ്ഷണൽ ഫോം. അപ്പോൾ പോളിനോമിയൽ ഫോം എന്താണ്? ക്വാഡ്രാറ്റിക് ആണ്. സി, ആദ്യത്തെ അസംഷൻ ഇതാണ്. നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇത് ജനറൽ ഫോമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതൊരു ജനറൽ ഫോമാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിലേക്ക് നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണ്. ദാറ്റ് ഈസ് പോളിനോമിയൽ ഫോം ഈസ് ക്വാഡ്രാറ്റിക്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു നേച്ചർ ആയിരിക്കും അർത്ഥം. അതായത് നമുക്ക് ലാഗിന്റെ ഇമ്പാക്ട് ഇങ്ങനെ ആയിരിക്കും. അതായത് ആദ്യം ഇൻക്രീസ് ചെയ്യും, ലാഗ് പോകുന്തോറും ലാഗ്ഡ് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഇമ്പാക്ട് ആദ്യം കൂടും, അതിനൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും, അതിനുശേഷം അത് കുറയും. അതല്ലെങ്കിൽ അതിന് തിരിച്ചു പോകാം കേട്ടോ. അത് നമ്മുടെ കോഎഫിഷ്യന്റിന്റെ വാല്യൂ അനുസരിച്ച്, പോസിറ്റീവ് നെഗറ്റീവിന്റെ വാല്യൂ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇറ്റ് ക്യാൻ ബി യു ഷേപ്ഡ് ഓൾസോ. അതായത് ആദ്യം കുറഞ്ഞതിന് ശേഷം പിന്നെ ഒരു പോയിന്റ് എത്തിയതിനു ശേഷം കൂടും. നമുക്ക് നമ്മുടെ കോസ്റ്റ് കർവ്സിന്റെ ഷേപ്പ് വരും. അപ്പോൾ അത് ക്വാഡ്രാറ്റിക് ഷേപ്പാണ്, ക്വാഡ്രാറ്റിക് ഫങ്ഷണൽ ഫോമാണ്. ആ കോഎഫിഷ്യന്റിന്റെ സൈൻ അനുസരിച്ചാണ് ഇത് ഇൻവെർട്ടഡ് ആവുകയോ അല്ലെങ്കിൽ യു ഷേപ്പ് ആവുകയോ അല്ലെങ്കിൽ ഇൻവെർട്ടഡ് യു ഷേപ്പ് ആവുകയോ ചെയ്യുന്നത്. അത് കോഎഫിഷ്യന്റ് സൈൻ അനുസരിച്ചിരിക്കും. ഇത് ക്യൂബിക് ഫങ്ഷണൽ ഫോം ആണെങ്കിലാണ് അതിന്റെ കോഎഫിഷ്യന്റ് സൈൻ അനുസരിച്ചാണ് അത് ആദ്യം ഡിക്രീസിങ് ആണോ ആദ്യം ഇൻക്രീസിങ് ആണോ എന്നൊക്കെ നോക്കുന്നത്. ഓക്കെ, ഇനി ഇതാണെങ്കിൽ നമുക്കിപ്പോ രണ്ട് ലാഗാണ്. സപ്പോസ് അപ്പൊ ഞാനിത് ഒന്നാമത്തെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്വാഡ്രാറ്റിക് ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആദ്യം ഇൻക്രീസ് ചെയ്യോ പിന്നെ ഡിക്രീസ് ചെയ്യോ, അല്ലെങ്കിൽ ആദ്യം ഡിക്രീസ് ചെയ്യോ പിന്നീട് ബീറ്റാസിന്റെ ഇൻക്രീസ് ചെയ്യോ ചെയ്യാം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബീറ്റ ഐ ദ റിലേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറയുന്നത് either increases then decreases or it can be സൈൻ അനുസരിച്ച് എന്ത് മാറിക്കൊണ്ടിരിക്കും? ഇറ്റ് ക്യാൻ ബി ഡിക്രീസസ് ഓർ ഇൻക്രീസസ്. കൊയേക്ക് ആണെങ്കിൽ എങ്ങനെയാണ്? കൊയേക്ക് ആണെങ്കിൽ നമുക്കറിയാം, കൊയേക്കിന്റെ കേസിലാണെങ്കിൽ ബീറ്റാസ് ജോമെട്രിക്കലി ഡിക്ലൈൻ. ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് അദ്ദേഹത്തിന്റെ അസംഷൻ. ഇവിടെ പല ഫങ്ഷണൽ ഫോമിലേക്ക് ബീറ്റാസിന്റെ ഇമ്പാക്റ്റിനെ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. സി, ഇവിടെ നമുക്ക് ബീറ്റ 0 ആണെങ്കിൽ ഇത് ഐ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ നമ്മുടെ അസംഷൻ അനുസരിച്ച് ഐ എത്രയാണ്? ഐ എന്ന് പറയുന്നത് ലാഗ് ആണ്. ലാഗ് സപ്പോസ് ദർ ആർ ഓൺലി 2 lags, 0, 1 and 2. ഇത്രയേ ഉള്ളൂ ഐയുടെ വാല്യൂസ് നമ്മൾ അസംഷൻ. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് 2 lag ആണ്. 2 ലാഗ് മാത്രമേ ഉള്ളൂ. അപ്പൊ 0 എന്ന് പറയുന്നത് കറന്റ് വാല്യൂ ആണ്. 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലാഗിന്റെ വാല്യൂ, ബീറ്റ 1 ആയിരിക്കും. ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ലാഗ് ഓഫ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ദിസ് ഈസ് ഫോർ ദ സെക്കൻഡ് ലാഗ് ഓഫ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, നമുക്കപ്പോൾ ബീറ്റ 1 എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. ബീറ്റ 1,
സോറി, ആദ്യം തന്നെ നമുക്ക് ബീറ്റ 0 നോക്കാം. ഓക്കെ, ബീറ്റ 0 ആണെങ്കിൽ, അതായത് നമ്മുടെ മോഡൽ എന്തായിരുന്നു? ഞാൻ മോഡൽ കൂടി ഒന്ന് എഴുതിയത്. നമ്മുടെ മോഡൽ ഇങ്ങനെയാണ്, ഞാൻ ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് yt is equal to beta 0 ഇന്റർസെപ്റ്റും കൂടി ചേർത്തേക്കാം, ആൽഫ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽ ഇതാണ്, നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുന്ന ഇതാണ്. ഓക്കെ, ആൽഫ പ്ലസ് ബീറ്റ 0 xt പ്ലസ് ബീറ്റ 1 xt മൈനസ് 1. രണ്ട് ലാഗാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബീറ്റ 2 xt മൈനസ് 2 പ്ലസ് ut. ദിസ് ഈസ് അവർ നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ എടുക്കുന്ന മോഡൽ ഇതാണ്. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇതാണ് നമ്മുടെ മോഡൽ. ഇനി ഞാൻ ഇതിൽ ബീറ്റ 0 എടുക്കുകയാണ്. ബീറ്റ 0യുടെ നമ്മൾ അപ്രിയോറി അസംഷൻ അനുസരിച്ച് എന്തായിരിക്കും ബീറ്റ 0യുടെ വാല്യൂ എന്ന് പറയുന്നത്? അതായത് i is equal to 0. ഈ കേസിൽ എന്താണ്? i is equal to 0. i is equal to 0. ഇത് ബീറ്റ 0. അപ്പോൾ a0 നമ്മൾ കൊയക്കിൻ്റെ എപ്പോഴും എന്തുണ്ടായിരുന്നു? കൊയക്കിന്റെ മോഡലിൽ എപ്പോഴും ഒരു ബീറ്റ 0 ഉണ്ടായിരുന്നു, ഈ ബീറ്റ 0 ഉണ്ടായിരുന്നു അല്ലേ? അതേപോലെ തന്നെ ഇവിടെ നമുക്ക് a0 ഉണ്ട്. പിന്നെ ഇത് നോക്കാം, ഇതൊരു അഡിറ്റീവ് ഫോമിലാണ് കിടക്കുന്നത്. ഇത് കൊയക്കിന്റെ മോഡലിലാണെങ്കിൽ ഇതൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫോമിലാണ് കിടക്കുന്നത്. വ്യത്യാസം നോക്കാം. സോ a0 പ്ലസ് ദിസ് ഈസ് ഈക്വൽ ടു 0, then it will become 0. So this is actually 0. എന്താണ്? കാരണം എന്താണ്? i is equal to 0. So this will become 0. ഇവിടെയും i is equal to 0. So this part will also become 0. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ബീറ്റ 0 എന്ന് പറയുന്നത് a0 ആണ്. ക്ലിയർ ആയോ? ബീറ്റ 1 എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് i is equal to 1 ആണ്. ഓക്കെ, ഈ i എന്ന് പറയുന്നത് ലാഗ് ആണ്. സി, ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ സ്പെസിഫൈ ചെയ്തേ പറ്റൂ. ഒന്ന് ക്വാഡ്രാറ്റിക് ആണെന്ന് സ്പെസിഫൈ ചെയ്തു, അപ്രിയോറി അസംഷൻ. രണ്ട് ലാഗ് രണ്ടാണെന്ന് നമ്മൾ എടുത്തു. ഇറ്റ് ക്യാൻ ബി എ ജനറൽ ഫോം. ജനറൽ ഫോം ആണ് ഞാൻ തൊട്ട് മുമ്പ് എഴുതിയത്. അപ്പോൾ 0 കൊടുത്തു ഞാൻ ഫസ്റ്റ് ലാഗിന്. സെക്കൻഡിന്, അതായത് ഇതാണ് നമ്മുടെ സെക്കൻഡ് ലാഗ്. സോറി, ദിസ് ഈസ് ഇൻ ദ ടൈം പീരിയഡ് t. ദിസ് ഈസ് ദ ഫസ്റ്റ് ലാഗ്. ഫസ്റ്റ് ലാഗിന്റെ കോഎഫിഷ്യന്റ് ബീറ്റ 1 ആണ്. സോ 1 ആണ് നമ്മുടെ ഫസ്റ്റ് ലാഗ്. അപ്പൊ ബീറ്റ 1 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? a0 പ്ലസ് a1. ഇത് 1 ആണ് അല്ലേ? സോ a1 മൾട്ടിപ്ലൈഡ് ബൈ 1 എന്ന് പറയുന്നത് a1 തന്നെയാണ്. പ്ലസ് ഇത് 1 ആണ് അല്ലേ? 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. ദാറ്റ് ഈസ് a2. അപ്പോൾ b1 എന്ന് പറയുന്നത് a0 പ്ലസ് a1 പ്ലസ് a2. ഇതാണ് നമ്മുടെ അടുത്തത്. ഇനി b2ന്റെ എങ്ങനെയാന്ന് നോക്കാം. b2 എന്ന് പറയുന്നത് a0 പ്ലസ് ഇവിടെ 2 ആണ്. i is equal to 2 ആണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദിസ് ഈസ് 2. അപ്പൊ 2a1 a0 പ്ലസ് 2a1 എന്താണ്? ഇത് 2a1, ഇത് 2 ആണ്. 2a1 പ്ലസ് 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? 4a2. ക്ലിയർ? a0 plus 2a1. This is not I, this is 1. This is 1. So this is 1. Okay. a0 plus 2a1 plus 4a2. അപ്പോൾ നമ്മൾ b0 that is beta 0, beta 1, beta 2 ന് പകരം നമ്മൾ
ഈ അപ്രയോറി അസംഷൻസ് കൊണ്ടുപോകുന്നത്. ഇതാണ് ആൽമണ്ട് അപ്രയോറി അസംഷൻ. 2 ക്വാഡ്രാറ്റിക് ഫോം ആണെങ്കിൽ. ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പകരം ഈ ബീറ്റ സീറോന് പകരം ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. A0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബീറ്റ 1 പകരം ഞാൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബീറ്റ 2 പകരം ഞാൻ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സി, അപ്പൊ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണേ. നമ്മുടെ ഇനിഷ്യൽ മോഡൽ ഒന്ന് എഴുതാം. എന്താണ്? yt is equal to alpha plus beta 1 xt plus beta 0 xt plus beta 1 xt minus 1 plus beta 2. രണ്ട് ലാഗേ നമ്മൾ അസ്യൂം ചെയ്യുന്നുള്ളൂ, അത് ലാഗ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു, പ്ലസ് ut. ഇനി ഈ മോഡലിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആൽഫ പ്ലസ് ബീറ്റ 0 എന്ന് പറയുന്നത് A0 ആണ്. A0 xt പ്ലസ് ബീറ്റ 1 എന്ന് പറയുന്നത് എന്തായിരുന്നു? ബീറ്റ 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് A0 പ്ലസ് A1 പ്ലസ് A2. ചേർക്കൂലേ? ഏതാണ് അതിന്റെ കൂടെ ചേർക്കൂലേ? ഐ ആണ്. ഐ ചേർത്തപ്പോഴാണ് നമ്മൾ ഈ I 1 ആവുമ്പോഴാണ് ഈ ഫോം ഇതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നത്. ഈ I 0 ആണെങ്കിൽ നമ്മൾ ഈ ഐക്ക് പകരം നമ്മളോട് 0 ഇടും, ഈ ഐക്ക് പകരം നമ്മൾ 0 ഇടും. അപ്പോഴാണ് നമുക്ക് A0 എന്ന് പറയുന്നത് കിട്ടിയത്, ലാഗ് ഇല്ലാതെ. ഐക്ക് പകരമാണ് നമ്മൾ ഈ വാല്യൂസ് കൊടുത്തത്, ലാഗിന്റെ വാല്യൂസ് കൊടുത്തത്. ഇവിടെ ലാഗ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ 0 കൊടുത്തത്. ഇവിടെ ഇത് 1 ലാഗ് ആണ്, അതാണ് നമ്മളിവിടെ 1 കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കോഎഫിഷ്യന്റ് എന്ത് കിട്ടും? ഈ ബീറ്റ ഐ എന്ന് പറയുന്നത് എന്താണ്? ഐ എന്ന് പറയുന്നത് 0 ആവാം, 1 ആവാം, 2 ആവാം. നമ്മുടെ കേസിൽ ഇവിടെ ലാഗ് ഇല്ല, ലാഗിന്റെ എണ്ണമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ബീറ്റാസിനെയാണ് നമ്മൾ ഈ ട്രാൻസ്ഫോം, ഈ അപ്രിയോറി അസംപ്ഷൻ വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്. മനസ്സിലായില്ല അത്? ഓക്കെ, ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് ഞാനിവിടെ ഐ എഴുതാത്തത്. എന്തുകൊണ്ടാണ്? ഐക്ക് പകരം നമ്മൾ 0 കൊടുത്തിട്ടാണ് നമുക്ക് ഈ വാല്യൂ കിട്ടിയത്. ബീറ്റ 1 പകരം ബീറ്റ 0 പകരം നമുക്ക് A0 കിട്ടിയത് എങ്ങനെയാണ്? ഐക്ക് നമ്മൾ 0 കൊടുത്തപ്പോഴാണ്. ഐ എന്തുകൊണ്ട് 0 കൊടുത്തു? കാരണം ഇവിടെ ലാഗ് ഇല്ല, ഇവിടെ ലാഗ് 0 ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഐക്ക് 0 കൊടുത്തത്. ഇവിടെ ലാഗ് 1 ആണ്, അതുകൊണ്ട് നമ്മൾ ഐക്ക് എന്ത് കൊടുത്തു? ഐ 1 വാല്യൂ കൊടുത്തു. 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് ബീറ്റ 1 തത്തുല്യമായിട്ട് എന്ത് കിട്ടുന്നത്? A0 പ്ലസ് A1 പ്ലസ് A2 എന്ന് കിട്ടുന്നത്. ഈ ഐ എന്ന് പറയുന്നത് ലാഗുകളാണത്. 0 ലാഗ് ആവാം, 1 ലാഗ് ആവാം, 2 ലാഗ് ആവാം. അപ്പൊ അതിന് പകരം നമ്മൾ ഈ ഐക്ക് പകരം അവിടെ 1 ലാഗും 2 ലാഗൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് അതിന് ഇക്വലന്റ് ആയിട്ട് കിട്ടുന്ന വാല്യൂസ് ആണ് ഇത്. ക്ലിയർ? അപ്പൊ ബീറ്റ 1 വരും ഞാൻ എന്ത് ചെയ്തി? A0 പ്ലസ് A1 പ്ലസ് A2 മൾട്ടിപ്ലൈഡ് ബൈ xt മൈനസ് 1. സി, ഈ ബീറ്റ 1 പകരമാണ് എനിക്കിത് കിട്ടിയത്. എന്താണ്? ഞാൻ ആ അപ്രിയോറി അസംഷനിലേക്ക് 1 കൊടുത്തു. ഇനി അപ്രിയോറി അസംഷനിലേക്ക് 2 കൊടുത്തു കഴിയുമ്പോഴാണ് എനിക്ക് ബീറ്റ 2 വരെ എന്ത് കിട്ടുന്നത്? ബീറ്റ 2 വരെ എനിക്ക് കിട്ടുക A0 പ്ലസ് 2A1 പ്ലസ് 4A2. എങ്ങനെ കിട്ടിയത്? സി, എന്റെ ലാഗ് എന്താണ്? എന്റെ ലാഗ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ഞാൻ ആ ബീറ്റ 2 കിട്ടാനായിട്ട് ഇവിടെ 2 കൊടുത്തു. അതിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ബീറ്റ 2 കിട്ടാനായിട്ട് ലാഗ് 2ന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ലാഗ് 2 ഇട്ടപ്പോൾ അതിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ബീറ്റ 2 കിട്ടാനായിട്ട് ഞാൻ ഇവിടെ 2 കൊടുത്തു. ഐക്ക് പകരം 2 കൊടുത്തു. അങ്ങനെ 2 കൊടുത്തു കഴിഞ്ഞപ്പോൾ 2ന്റെ സ്ക്വയർ 4A2, ഇവിടെ 2A1 A0.
So a0 2a1 4a2 multiplied by xt minus 2 plus ut. ഞാൻ എന്താ ചെയ്തത്? ആ ബീറ്റാസിനെ എല്ലാം ട്രാൻസ്ഫോം ചെയ്തു. ഏത്? അപ്രയോറി അസംഷനിലേക്ക്. ആൽമണ്ടിന്റെ അപ്രയോറി അസംഷനിലേക്ക് ഞാൻ ബീറ്റാസിനെ എല്ലാം ട്രാൻസ്ഫോം ചെയ്തു. ഈ ബീറ്റ ഐസിനെ എല്ലാം ഞാൻ ട്രാൻസ്ഫോം ചെയ്തു. β0, β1, β2. ഐ ക്യാൻ ബി എനി വാല്യൂ. ലാഗ് n നമ്പർ ഓഫ് ലാഗ് ആവാം. പക്ഷെ നമ്മളിവിടെ അസംഷനിൽ ആദ്യം തന്നെ സ്പെസിഫൈ ചെയ്ത് 2 ലാഗേ ഉള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ക്വാഡ്രാറ്റിക് ഫംഗ്ഷണൽ ഫോം നമ്മൾ എന്ത് ചെയ്തു? ഒരു ഏത് ഫംഗ്ഷണൽ ഫോം എടുത്തത്? ക്വാഡ്രാറ്റിക് ഫംഗ്ഷണൽ ഫോം ആണ് എടുത്തത്, പോളിനോമിയൽ ഫംഗ്ഷൻ. ഇനി സി ഇവിടെ എസ് എല്ലാം കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ, എ കോമൺ ആയിട്ട് വരുന്നതെല്ലാം ഞാൻ, സോ ദിസ് ഈസ് വൈ ടി. ഇതൊന്ന് ശ്രദ്ധിച്ചേക്ക്, ഈ വൈ ടി ആൽഫ പ്ലസ്, ഞാൻ എനെ കോമൺ ആയിട്ട് എടുക്കുകയാണ്. ഇവിടെ എനെ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ a0നെ ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. a0നെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? xt ഇവിടെ പ്ലസ് xt മൈനസ് 1. കാരണം എന്താണ്? ഇവിടെ a0ന് നേരെ xt ഉണ്ട്. അപ്പൊ ഞാൻ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത് തന്നെ കിട്ടും, a0 xt കിട്ടും. ഇവിടെ a0 മൾട്ടിപ്ലൈഡ് ബൈ xt മൈനസ് 1 എനിക്ക് ഇങ്ങനെ എഴുതാം, a0 മൾട്ടിപ്ലൈഡ് ബൈ xt മൈനസ് 1. ഇതും എനിക്ക് പ്ലസ് ആയിട്ട് തന്നെ കിട്ടും. ഇതെല്ലാം ഒരൊറ്റ, ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാനത് ഈ കോമൺ നമ്മൾ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ a0ന്റെ നേരെയുള്ള, അതിന്റെ നേരെ വരുന്ന എല്ലാ വാല്യൂസിനെയും, എല്ലാ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ എടുക്കുകയാണ്. a0 ഞാൻ എന്ത് ചെയ്തു? കോമൺ ആയിട്ട് എടുക്കുകയാണ് ഇതിൽ നിന്ന്. സോ xt മൈനസ് 2 നോക്കാം, a0 xt, a0 xt മൈനസ് 1, a0 xt മൈനസ് 2. ഇത്ര നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് ഇതിങ്ങനെ കിട്ടും. അപ്പൊ അതിനെ എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ a0 ഇൻറ്റു xt പ്ലസ് xt മൈനസ് 1 പ്ലസ് xt മൈനസ് 2 ഇങ്ങനെ എഴുതി. പ്ലസ് ഇനി ഞാൻ a1നെ കോമൺ ആയിട്ട് ഫാക്ടർ ഔട്ട് ചെയ്യാണ്. a1ന്റെ കൂടെ എന്തൊക്കെ വരുന്നുണ്ട്? ഇത് വരുന്നില്ല, xt വരുന്നില്ല. സി a1 xt മൈനസ് 1 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ xt മൈനസ് 1, ഇനി 2a1 ആണല്ലേ, 2a1. അപ്പൊ ഞാൻ a1 പുറത്തെടുക്കുമ്പോൾ 2xt മൈനസ് 2 എന്ന് വരും. സി ഞാൻ a1 മാത്രമേ പുറത്തെടുത്തുള്ളൂ, അവിടെ 2 ഉണ്ടായിരുന്നു. അപ്പൊ 2xt മൈനസ് 2, ദിസ് ഇസ് xt minus 2. So plus 2xt minus 2. ഈ a1 മാത്രമാണ് ഞാൻ ഫാക്ടർ ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ബാക്കിയുള്ളതാണ് 2. ശരിക്കും ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിരുന്ന 2a1 xt minus 2 എന്ന് കിട്ടിയാൽ, ഞാൻ a1 മാത്രം ഫാക്ടർ ഔട്ട് ചെയ്യുന്നതുകൊണ്ട് ദിസ് ഇസ് 2xt minus 2. ഓക്കെ, ഇനി അടുത്തത് പ്ലസ്. ഇനി നമുക്ക് എന്താണ്? a2നെയാണ് ഫാക്ടർ ഔട്ട് ചെയ്യാനുള്ളത്. a2 രണ്ട് a2 ഉണ്ട് ഇവിടെ. അപ്പൊ ഞാൻ a2നെ ഫാക്ടർ ഔട്ട് ചെയ്തു. സോ a2 ഇൻറ്റു xt മൈനസ് 1 ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഞാൻ xt മൈനസ് 1. ഇനി 4a2 ആണ് അല്ലെ, ഞാൻ a2 മാത്രമേ എടുത്തുള്ളൂ. അപ്പൊ 4xt മൈനസ് 2 ഇവിടെ ഉണ്ട്. പ്ലസ് 4xt minus 2 plus ut. ഇത് തന്നെ നമ്മൾ റീഫ്രേസ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. സി ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കാണിക്കുകയാണ്, yt is equal to ആൽഫ പ്ലസ് a0 z0t. z0t എന്ന് പറയുന്നത് ഈ ടേമിനെ മുഴുവനായിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് z0t ചെയ്തിരിക്കുന്നത്. ഏതാണ്? അപ്പൊ z0 എന്ന് പറയുന്നത് xt പ്ലസ് xt മൈനസ് 1 പ്ലസ് xt മൈനസ് 2, ദാറ്റ് ഈസ് z0t.
പ്ലസ് A1 Z1T. എന്താണ് Z1 എന്ന് പറയുന്നത്? Z1 എന്ന് പറയുന്നത് xt minus 1 plus 2xt minus 2 ആണ്. That is equal to Z1T. സിംപ്ലിഫിക്കേഷൻ ആണ്. നമ്മൾ ജസ്റ്റ് ഒരു വേറൊരു ടേം ഉപയോഗിക്കുകയാണ്. A2 Z2T. ഇവിടെ Z2 എന്നാണ് xt minus 1 plus 4xt minus 2 is equal to Z2 plus ut. ഇതെന്താ ചെയ്തത്? നമ്മൾ ഇപ്പൊ ചെയ്തതെന്ന് പറയുന്നത് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ് മോഡൽ, ഇത് നമ്മൾ അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ബീറ്റാസിന്റെ ഇമ്പാക്ട്, വൈൻ്റെ മേലുള്ള ഇമ്പാക്ട് ആദ്യം കൂടുകയും പിന്നീട് കുറയുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സൈൻ, ഇപ്പൊ നമ്മുടെ കോഎഫിഷ്യൻസ് എല്ലാം പോസിറ്റീവ് ആണ്, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കോഎഫിഷ്യൻസ് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ജസ്റ്റ് ലൈക്ക് ദിസ്. നെഗറ്റീവ്സ് ഒക്കെ കോഎഫിഷ്യന്റ് വരികയാണെങ്കിൽ നമുക്ക് ഇറ്റ് വിൽ ബി ഡിക്ലൈനിങ് ഫസ്റ്റ് ആൻഡ് ദെൻ ഇൻക്രീസിങ്. അത് കോഎഫിഷ്യൻസിന്റെ റേറ്റ് അനുസരിച്ച്, മീൻസ് ആദ്യം നെഗറ്റീവ് ആണ് xt എങ്കിൽ, പിന്നെ പ്ലസ് xt സ്ക്വയർ ആണെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യമുള്ളത്, ഇതായിരുന്നു നമ്മുടെ ഇനിഷ്യൽ ആയിട്ടുള്ള ഇക്വേഷൻ. ഈ ഇനിഷ്യൽ ആയിട്ടുള്ള ഇക്വേഷനെ നമ്മൾ ആൽമണ്ടിന്റെ അപ്രിയോറി അസംഷൻസ് വെച്ചിട്ട്, അതിന്റെ അർത്ഥം എന്താണ്? ഈ ഇവിടെ β0, β1, β2, ഈ β0ന്റെ ഇമ്പാക്ട് β1ന്റെ ഇമ്പാക്ട് കൂടുതലായിരിക്കും, β2ന്റെ ഇമ്പാക്ട് കുറവായിരിക്കും. ഇതാണ് അവിടുത്തെ ലാഗിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് ഇതിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും β1, ഇതിനേക്കാൾ ലെസ് ആയിരിക്കും β2. അപ്പോൾ ഇൻക്രീസിങ് ഡിക്രീസിങ് ആയിരിക്കും അവിടെ. അതായത് ആദ്യം β1ന്റെ ലാഗ്, ആദ്യത്തെ ലാഗിന്റെ ഇമ്പാക്ട് വൈൻ്റെ മേലിൽ കൂടുതലും പിന്നീട് കുറയുകയും ചെയ്യും. നമ്മൾ കൊയേക്കിന്റെ അങ്ങനെയല്ല. കൊയേക്കിന്റെ എങ്ങനെയായിരുന്നു? ബീറ്റാസ് കണ്ടിന്യൂസ്ലി ഫോളിംഗ് ആയിരുന്നു. β0 വിൽ ബി ഗ്രേറ്റർ ദാൻ β1 വിച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ β2. ഇതങ്ങനെയല്ല, ഇത് അവിടെ പോളിനോമിയലായി. കാരണം പിന്നീട് വരുന്ന ലാഗുകൾക്കും ചിലപ്പോൾ ഇമ്പാക്ട് കൂടാം, ആദ്യത്തെ ഫസ്റ്റ് ടൈമിനേക്കാൾ ഇമ്പാക്ട് കൂടാം. അത് തിയറിറ്റിക്കലി വ്യത്യാസം ഉണ്ടാവും. നമുക്ക് കോസ്റ്റ് ഒക്കെ പഠിക്കാൻ നേരത്ത് അത് ക്ലിയർ ആയിട്ട് നമ്മൾ കോസ്റ്റിന്റെ ഫങ്ഷണൽ ഫോം ഒക്കെ ആകാൻ നേരത്ത് ഈ ഒരു റിലേഷനേ വരുള്ളൂ. അവിടെ കോസ്റ്റ്, പ്രീവിയസ് കോസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്നത് പ്രസന്റ് കോസ്റ്റിനേക്കാൾ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു മോഡൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരിക. ഈ മോഡലിലേക്ക് നമ്മൾ ആ അപ്രയോറി അസംഷനിലേക്ക് ട്രാൻസ്ഫോം ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ മോഡൽ കിട്ടുക. ഈ മോഡലിൽ നിന്ന് നമ്മൾ ഈ മോഡൽ റൺ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് OLS റൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ OLS റൺ ചെയ്യാം. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടും? നമുക്ക് ഇതിന്റെ എല്ലാം കോഎഫിഷ്യൻസ് കിട്ടും. എന്തൊക്കെ കിട്ടും? A0 കിട്ടും, A1 കിട്ടും, A2 കിട്ടും. ഇത് ക്വാഡ്രാറ്റിക് ഫോം ആണ്. അപ്പോൾ ഇത് ക്വാഡ്രാറ്റിക് ഫോമിൽ നമ്മൾ OLS റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ലോഗരിതമിക് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. A0, A1, A2 നമ്മൾ ഇത് എസ്റ്റിമേറ്റ് കഴിഞ്ഞ് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് β0, β1, β2 കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. ഇത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ β0, β1, β2 കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അപ്രിയോറി അസംഷൻ ഉപയോഗിച്ചാൽ മതി. എന്താണ്? βi is equal to A0 plus A1i plus A2i square. നമുക്ക് A0യിൽ നിന്ന് നമുക്ക് നമ്മൾ നോക്കി β0 കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? A0. സോ ദിസ് A0 വിൽ ബി ഈക്വലൻ ടു ദിസ് β0. കാരണം എന്താണ്? β0 ഈസ് ഈക്വൽ ടു A0. β1 കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി?
ബീറ്റ 1 കിട്ടാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ചാൽ മതി. A0 പ്ലസ് A1 പ്ലസ് A2 ഈ മൂന്നിനെയും കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് A0 പ്ലസ് A1 പ്ലസ് A2 ഈ മൂന്നിനെയും കൂടി ടോട്ടൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ബീറ്റ 1 കിട്ടും. ബീറ്റ 2 കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ബീറ്റ 2 കിട്ടാനായിട്ട് A0 പ്ലസ് 2A1 പ്ലസ് 4A2 അതായത് ഈ ബീറ്റ 2 കിട്ടാനായിട്ട് നമ്മൾ ഈ കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. A0 പ്ലസ് ഇതിന്റെ കൂടെ 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിന്റെ കൂടെ നമ്മൾ 4 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതിനെല്ലാം നമ്മൾ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ 2 വാല്യൂ. സോ ഫ്രം ദ എസ്റ്റിമേറ്റഡ് കോഎഫിഷ്യൻസ് ഓഫ് A0, A1 and A2 we can find beta 0, beta 1 and beta 2. ഇതാണ് കൊയേക്കിന്റെ നിന്ന് വ്യത്യസ്തമായി ആൽമണിന്റെ അപ്രിയോറി മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അഡ്ഹോക് മെത്തേഡും അപ്രിയോറിയിൽ 2 മെത്തേഡും പഠിച്ചു. ഒന്ന് കൊയേക്ക് മെത്തേഡും ആൽമൺ മെത്തേഡും. വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ്? മെയിൻ ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. കൊയേക്കിൻ്റെയിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ജോമെട്രിക്കലി ഡിക്ലൈൻ. ബട്ട് ഹിയർ ലാഗുകളുടെ ഇമ്പാക്ട് പല ഫോമിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ആൽമണിന്റെ. ഒന്ന് ക്വാഡ്രാറ്റിക് ഫോം, അതായത് ആദ്യം ഇൻക്രീസ് ചെയ്യും പിന്നെ ഡിക്രീസ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റും. പിന്നെ ആണെങ്കിൽ ആദ്യം ഫോൾ ചെയ്യുന്നത് പിന്നെ ഇൻക്രീസ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ആദ്യം ഇൻക്രീസ് ചെയ്യും പിന്നെ ഡിക്രീസ് ചെയ്യും പിന്നെ ഇൻക്രീസ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആദ്യം ഡിക്രീസ് ചെയ്യും ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റും. പല ഫോമിൽ കാണിക്കാൻ പറ്റും. ഇതെല്ലാം കാണിക്കാനായിട്ട് ആൽമണിനെ പറ്റുള്ളൂ. ബീറ്റാസിന്റെ എല്ലാം പല ഫോംസിലുള്ള ഇമ്പാക്റ്റുകൾ. കൊയേക്കിൽ എപ്പോഴും പ്രിസീഡിങ് ആയിട്ട് വരുന്ന ബീറ്റാസ് എല്ലാം തൊട്ട് മുൻപത്തെ സക്സസീവ് ആയിട്ട് വരുന്ന ബീറ്റാസ് എല്ലാം പ്രിസീഡിങ് ബീറ്റാസിനേക്കാൾ കുറവായിരിക്കും ഓൾവേസ്. സോ ആ ഒരു ബലഹീനത, ആ ഒരു വീക്ക്നെസ് ആണ് ആൽമൺ റെക്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന അപ്രിയോറി എന്ന് പറയുന്നത് ആക്ച്വലി ഇതല്ല അപ്രിയോറി, ഇതൊരു എക്സാമ്പിളിൽ ഉപയോഗിക്കുന്ന അപ്രിയോറിയാണ്. ഞാൻ ഈ തന്നിരിക്കുന്ന ഈ ഒരു ജനറൽ ഫോമാണ് അതിന്റെ ശരിക്കുള്ള അപ്രിയോറി അസംപ്ഷൻ. It can be extended to any polynomial form, not just a quadratic form like this. But this is an example. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. ഇതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ ലിമിറ്റേഷൻസ് എന്താണ്? രണ്ട് ലിമിറ്റേഷൻ ആണ് ഉള്ളത്. ഒന്ന്, കൃത്യമായ ഫങ്ഷണൽ ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം. കൃത്യമായ ഫങ്ഷണൽ ഫോം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ക്വാഡ്രാറ്റിക്കിന് പകരം ക്യൂബിക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് മിസ് സ്പെസിഫിക്കേഷൻ ആവും. അപ്പം നമ്മൾ നേരത്തെ നിങ്ങൾ തേർഡ് മൊഡ്യൂളിൽ പഠിച്ച മിസ് സ്പെസിഫിക്കേഷൻ ഓഫ് ദ മോഡൽ എന്ന് പറയുന്നത് ഇഷ്യൂയോട് വരും. കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യണം മോഡൽ. പോളിനോമിയൽ ആണെങ്കിൽ ഏത് പോളിനോമിയൽ ഫോം. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ റിക്വയർമെന്റ് തന്നെയാണ് ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ലാഗ് നമുക്ക് ഇവിടെ പറ്റില്ല. വി ഹാവ് ടു സ്പെസിഫൈ ദ ലെങ്ത് ഓഫ് ലാഗ്. ഇത് നമ്മളിപ്പോൾ 2 ലാഗാണ് എടുത്തത്, അല്ലെങ്കിൽ ഈ ഇവിടെ 3 ലാഗ് എടുത്തിട്ടുണ്ട്. ഏതാണെങ്കിലും ഇതിൽ 3 ലാഗാണ് എടുത്തിരിക്കുന്നത്. ഈ നോട്ടിൽ 3 ലാഗാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് 2 ലാഗിന്റെയാണ്. ഇത് 2 ലാഗിന്റെയാണ്. 3 ലാഗ് ആകുമ്പോൾ കുറച്ചും കൂടി അതിന്റെ അകത്തുള്ള ഇതും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഞാനിപ്പോൾ 2 ലാഗാണ് എടുത്തത്, അതുകൊണ്ട് A0 2A1 പ്ലസ് 4A2 വരെ വന്നുള്ളൂ. 3 ലാഗ് വന്നു കഴിഞ്ഞാൽ എന്ത് കുഴപ്പം? അതിന് നമ്മൾ മാറ്റുമ്പോൾ ഐക്ക് പകരം നമ്മൾ 3 കൊടുക്കുമ്പോൾ എന്ത് വരും? 3A1 പ്ലസ് 9A2 വരും. അപ്പൊ അതും കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഐഡിയ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ട്രാൻസ്ഫോം ചെയ്തപ്പോൾ ഈ 3 A0 A1 A2ലേക്ക് എന്തായാലും വരും. ഇതിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ A0 A1 A2 ആ 3 കോഎഫിഷ്യൻസിലേക്ക് വരും. ഈ ഓക്സിലറി ഇക്വേഷനെ നമ്മൾ ഓയിലേഴ്സ് വെച്ച് റൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ എസ്റ്റിമേറ്റ്സ് A0 A1 A2 കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും? അതിൽ നിന്ന് നമുക്ക് β1 β2 β3 എല്ലാം ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഇക്വേഷന് പകരം നമ്മളത് ഉപയോഗിച്ചാൽ മാത്രമാണ്. സോ അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ അതിന്റെ താഴെ തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ആൽമൺ അപ്രോച്ച്. യു ഗോ ത്രൂ ദ നോട്ട്സ്. സർ. ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്.